ഈ കാട്ടിക്കൊട് കൂട്ടിക്കൊട് വണ്ടിക്കൊട് എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യെസ്, എന്താണ് ആ പഴഞ്ചൊല്ലിന്റെ യഥാർത്ഥ അർത്ഥം? പഴയ കാലത്തെ 3 പ്രധാന തൊഴിലുകളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളെ ചേർത്ത് വെച്ചാണ് ഈ പഴഞ്ചൊല്ലിന്റെ ആദിമ രൂപം. കാട്ടിക്കൊട് എന്ന് പറയുമ്പോൾ കാട്ടിക്കൊടുക്കുന്നവൻ, അതായത് പണ്ടത്തെ കാലത്ത് വേട്ടക്കാരന് ഈ മൃഗത്തെ കാട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ ആൾക്കാർ പോകുമ്പോൾ, അതായത് കാട്ടിക്കൊടുക്കുന്നവൻ. പക്ഷെ ഈ മൃഗത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്യും? പ്രശസ്തിയും ആ മൃഗത്തിന്റെ ഇറച്ചിയും കൊണ്ടുപോയി ആ വേട്ടക്കാരൻ പോകും. അപ്പൊ കൂടെ പോകുന്ന സഹായിയെ പലപ്പോഴും ഈ വേട്ടക്കാരൻ മറക്കാറുണ്ട്. ആ വാക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഈ കൂട്ടിക്കൊടുക്കുന്നവൻ, അത് നമുക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരുമെങ്കിലും പണ്ടത്തെ കാലഘട്ടത്തില് ദല്ലാൾ, അതായത് വിവാഹ ദല്ലാളിനെയാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ദമ്പതികൾ സന്തുഷ്ടരായി കഴിയുമ്പോൾ ബ്രോക്കറെ, അതായത് ഒരു ദല്ലാളിനെ നമ്മൾ ആരും ഓർക്കാറില്ലല്ലോ. അതാണ് ആ വാക്കിന്റെ അർത്ഥം, അതായത് കൂട്ടിക്കൊട് എന്ന വാക്കിന്റെ അർത്ഥം. വണ്ടിക്കൊട് എന്ന് പറയുമ്പോൾ അത് വണ്ടിക്കാരനാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടക്കാലത്തെ ചക്രവണ്ടി, കുതിരവണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാല് യാത്രക്കാരൻ പണം നൽകി ഇറങ്ങി പോകുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ വണ്ടിക്കാരന്റെ കഷ്ടപ്പാട് അവിടെ തീരുന്നു. ഇത് ആ യാത്രക്കാരൻ ചിന്തിക്കാറില്ല. ആ ഇറങ്ങി പോകുന്നതോടുകൂടി ആ വണ്ടിക്കാരന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ എന്നും ഇതിനെ പറയാം. അതിനെ ഈ ജോലിയുമായി കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ. മറ്റൊരർത്ഥത്തിൽ ഈ 3 ജോലികളും ചെയ്താൽ പഴി കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ആ പഴി കേൾക്കൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, വിവാഹം ശരിയാക്കിയാൽ പിന്നീട് ആ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ വിവാഹത്തിലെ പങ്കാളിയായവർ എല്ലാവരും ആരെ പറയും? ആ ദല്ലാളിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ആ പ്രശ്നം, ആ ദല്ലാളിന് ഉണ്ടാവുന്ന പ്രശ്നം ഈ പഴഞ്ചൊല്ലുമായിട്ട് കണക്റ്റഡാണ്. അതുപോലെ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ അപകടം സംഭവിച്ചാല് ഈ വണ്ടിക്കാരന് കുറ്റം പറയും. നീ വാഹനം ഓട്ടിച്ചാണ് ഞങ്ങൾക്ക് അപകടം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അവിടെ ആരും കുറ്റക്കാരനായി? ആ വണ്ടിക്കാരന് കുറ്റക്കാരനായി. അപ്പം വേട്ടക്കാരന് അതുപോലെ മൃഗത്തെ കിട്ടിയില്ലെങ്കിൽ സഹായിയെയും കുറ്റം പറയും. അപ്പം വേട്ടക്കാരന്റെ കാട്ടിക്കൂട് എന്ന വാക്കിന്റെ അർത്ഥവും ഈ തൊഴിലുമായി കണക്റ്റഡാണ്. അതുകൊണ്ട് ഒരു അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ഒരു 3 തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു പഴഞ്ചൊല്ലായി ക്രിയേറ്റ് ചെയ്തതാണ് കാട്ടിക്കൊട് കൂട്ടിക്കൊട് വണ്ടിക്കൊട്. പിന്നെ അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത് എന്നൊരു ഗുണപാഠവും ഈ പറയുന്ന പഴഞ്ചൊല്ലിലുണ്ട്. ഈ പഴയ കാലത്ത് ഈ സാമ്പത്തിക അസ്ഥിരത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ 3 തൊഴിലുകളും സ്ഥിരമായ വരുമാനം നൽകുന്നവ ആയിരുന്നില്ല. കാര്യം വണ്ടിക്കാരായിരുന്നാലും വണ്ടി ആശ്രയിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ, കുറവല്ലേ. അതുപോലെ തന്നെ കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് കരുതി ഇത്തരം ഇടനിലക്കാരുടെ പണിക്ക് പോയാൽ അവസാനം കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന സാമ്പത്തിക ഉപദേശമായും ഇതിനെ കാണാറുണ്ട്. ആത്മീയ വശം എന്ന് പറയുന്നത് ചില നാട്ടറിവുകൾ പ്രകാരം അതായത് സ്വന്തം കർമ്മഫലം അനുഭവിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് ഒരാളുടെ ആത്മീയമായ ഉന്നതിക്ക് തടസ്സമാകും എന്നൊരു വിശ്വാസവും പണ്ട് നിലനിന്നിരുന്നു. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടനിലക്കാരനായി നിന്ന് അവസാനം പഴി കേൾക്കരുത് എന്നാണ് ഈ പറയുന്ന പഴഞ്ചൊല്ലിന്റെ യഥാർത്ഥ മെസ്സേജ്. ഒരു ജാഗ്രതയാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾക്ക് കാട്ടിക്കൂട് കൂട്ടിക്കൂട് വണ്ടിക്കട എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്തത്തിന് ഇന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരാള് തമാശയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന ഒരു തമാശ രൂപേണ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണത്.